എന്തെല്ലാം നീറുന്ന നൂറ് പ്രശ്നങ്ങളിലാ നിങ്ങൾ ഉണ്ടാവുക. സങ്കടമില്ലാത്തവരാരെങ്കിലും ഈ സദസ്സിലുണ്ടോ പ്രിയപ്പെട്ടവരെ? ആർക്കാണ് സങ്കടങ്ങളില്ലാത്തത്? തൂവെള്ള വസ്ത്രം ധരിച്ച് നടക്കുന്ന പലരെയും നമ്മൾ കാണാറുണ്ടല്ലോ. നല്ല സ്റ്റിഫാൻ ഷൈനായി നല്ല തേച്ച് കൊള്ളിയാക്കിയ വസ്ത്രം ഇട്ടുകൊണ്ട് നല്ല പെർഫ്യൂം അടിച്ചുകൊണ്ട് ആളുകളുടെ മുമ്പിൽ പാൽ കളറിൽ ചിരിച്ചുകൊണ്ട് നടക്കുന്നവരുണ്ടല്ലോ. എന്നാൽ അവരുടെ ഹൃദയത്തിന് എന്തുമാത്രം നീറ്റലുണ്ടാകും നമ്മൾ അറിയാത്തത് കൊണ്ടാ. സഹോദരങ്ങളെ, പ്രശ്നങ്ങളില്ലാത്തവര് കാവുന്തറയിൽ ആരാണുള്ളതെന്ന് ചോദിച്ചാൽ ഒരാൾ പോലും ഉണ്ടാവൂല. ഒന്നുകിൽ സാമ്പത്തിക പ്രശ്നം നമ്മളെ വേട്ടയാടുന്നുണ്ടാകാം, അല്ലെങ്കിൽ മാനസിക പ്രശ്നം നമ്മളെ വേട്ടയാടുന്നുണ്ടാകാം, അല്ലെങ്കിൽ ശാരീരികമായ എന്തെങ്കിലും ദുഃഖങ്ങളെ നമ്മളെ തളം കെട്ടി നിൽക്കുന്നുണ്ടാവാ. ഒന്നുമല്ലെങ്കിലോ പ്രിയപ്പെട്ടവരെ, മനസ്സെപ്പോഴും നീറ്റലായി മനസ്സിന്റെ വേദനകൾ സഹിക്കാൻ പറ്റാത്ത നിലയിൽ ഒരുപക്ഷെ ആത്മഹത്യയുടെ വക്കിലായി നിൽക്കുന്നവരാകാമല്ലോ. അവരോട് എനിക്ക് പറയാനുള്ളത്, അള്ളാഹു നിങ്ങളുടെ സങ്കടങ്ങൾ മാറ്റണോ? അള്ളാഹു എന്റെ സങ്കടങ്ങൾ മാറ്റണോ? സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് പടച്ചവൻ നമ്മളെ രക്ഷപ്പെടുത്തണോ? ശാരീരികമായ രോഗങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മളെ കൈപിടിച്ചുയർത്തണോ? മനസ്സ് തകർന്നു പോകുമ്പോൾ ആ മനസ്സിന് കരുത്ത് കിട്ടി, മനസ്സിന് പകർന്നു കിട്ടുന്ന കരുത്തുണ്ടല്ലോ, ആ കരുത്ത് എവിടെ നിന്നാ നമുക്ക് കിട്ടേണ്ടതെന്നറിയോ? യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ കാണാ. ആ ചരിത്രം ഞാൻ പറയുന്നില്ല, എല്ലാവർക്കും മനഃപ്പാടമുള്ള ചരിത്രമാണ്. മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാം കടലിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ മത്സ്യം വിഴുങ്ങിയ കഥയറിയുമല്ലോ. യൂനുസ് നബി അലൈഹിസ്സലാമിനെ ആ മത്സ്യങ്ങളുടെ ലോകത്തേക്ക് കൊണ്ടുപോവുകയാണ്. അള്ളാഹു മത്സ്യത്തിനോട് പറഞ്ഞത്, എന്റെ യൂനുസിന്റെ ഒരു രോമം പോലും കൊഴിഞ്ഞു പോകരുത്, എന്റെ യൂനുസിന്റെ ഒരു തൊലിക്ക് പോലും ഒരു പോറൽ വരരുത്, എന്റെ യൂനുസിന്റെ ഒരു എല്ല് പോലും പൊട്ടിപ്പോകരുത്. യൂനുസിനെ നീ ഭദ്രമായി സുരക്ഷിതത്വത്തോടെ വിഴുങ്ങണമെന്ന് അള്ളാഹു കൽപ്പിക്കുമ്പോ അറിയുമോ സഹോദരാ, മത്സ്യത്തിന്റെ ലോകത്തേക്ക് അടിക്കടലിലേക്കും നടുകടലിലേക്കും മത്സ്യം പോവുകയാ. അവിടെ ചെന്നപ്പോൾ യൂനുസ് നബി അലൈഹിസ്സലാം എന്താ അത്ഭുതം കണ്ടതെന്നറിയോ? ഒരു വല്ലാത്ത മർമ്മര ശബ്ദം കേൾക്കുകയാ. തഫ്സീറുകളിൽ കാണാൻ കഴിയുന്നത്, യൂനുസ് നബി അലൈഹിസ്സലാം ഒരു വല്ലാത്ത മർമ്മര ശബ്ദം കേൾക്കുകയാ കടലിന്റെ അടിത്തട്ടില്. ചോദിച്ചു, മാഹാദാ യാ റബ്ബ്, പടച്ചവനെ, എന്താ ഒരു അനക്കം കേൾക്കുന്നല്ലോ, ഒരു ഞരക്കം കേൾക്കുന്നല്ലോ, ഒരു മൂളല് കേൾക്കുന്നല്ലോ, എന്തോ ഒരു ചെറിയ ശബ്ദം കേൾക്കുന്നല്ലോ. ആ സമയത്ത് അല്ലാഹ് പറഞ്ഞു, എന്റെ യൂനുസേ, ഹാദാ തസ്ബീഹു ദവാബിൽ മാ, കടലിന്റെ അടിത്തട്ടിലൂടെ ഊളയിട്ട് നീങ്ങുന്ന പരൽ മത്സ്യങ്ങൾ മുതൽ വലിയ വലിയ ഭീമാകാരന്മാരായ മത്സ്യം വരെ എനിക്ക് വേണ്ടി ദിക്ർ ചൊല്ലുന്ന ശബ്ദമാ, എനിക്ക് വേണ്ടി തസ്ബീഹ് ചൊല്ലുന്ന ശബ്ദമാ. അതേ നടുകടലിലെ മത്സ്യങ്ങൾ പോലും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുകയാ. ആ ദിക്ർ ചൊല്ലുന്ന മത്സ്യത്തിന്റെ ശബ്ദം, മർമ്മര ശബ്ദം യൂനുസ് നബി കേട്ടപ്പോൾ യൂനുസ് നബി മത്സ്യത്തിന്റെ ഉദരത്തിനകത്ത് കിടന്ന് തക്ബീർ ചൊല്ലുകയാ. അതിനകത്ത് കിടന്ന് ദിക്ർ ചൊല്ലുകയാണ്, തസ്ബീഹ് ചൊല്ലുകയാണ്. ആ തസ്ബീഹാണ് പ്രിയപ്പെട്ടവരെ, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോൾ വാനലോകത്തെ മലായിക്കത്തുകൾ ആ ശബ്ദം കേൾക്കുകയാ. കടലിന്റെ അടിത്തട്ടിൽ കിടന്ന് യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ ഉദരത്തിൽ നിന്ന് ദിക്ർ ചൊല്ലുന്ന ശബ്ദം ആര് കേട്ടെന്നറിയോ? അല്ലാഹുവിന്റെ വാനലോകത്തെ മലായിക്കത്തുകൾ കേട്ടു എന്നാണ്. ആ സമയത്ത് മലക്കുകൾ അല്ലാഹുവിനോട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഇന്നാ സമീനാ, അല്ലാഹുവേ, ഞങ്ങൾ കേൾക്കുകയാണല്ലോ, ഒരു ശബ്ദം ഞങ്ങൾ കേൾക്കുന്നു, ബി അർദിന ഗരീബാ, എവിടെയോ നിന്നൊരു ശബ്ദം ഞങ്ങൾ കേൾക്കാണല്ലോ. ആ സമയത്ത് അല്ലാഹു മലായിക്കത്തുകളോട് പറഞ്ഞു, എന്റെ യൂനുസ് എനിക്ക് ദിക്ർ ചൊല്ലപ്പേ, യൂനുസ് നബിയെ രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവിന്റെ മലായിക്കത്തുകളുടെ വാക്ക് കേട്ടിട്ട് യൂനുസ് നബി അല്ലാഹു തആല രക്ഷപ്പെടുത്തുകയാ. ഇനി ഞാൻ പറയുന്ന ശ്രദ്ധയോടെ കേൾക്കണേ. എന്തുകൊണ്ടാണ് യൂനുസ് നബിയുടെ മാനസിക പ്രശ്നങ്ങളും അല്ലാഹു മാറ്റിക്കൊടുത്തതെന്നറിയോ? യൂനുസ് നബി അലൈഹിസ്സലാം അകപ്പെട്ടു പോയ ആ കുടുക്കിൽ നിന്ന് ഭീകരമായ ആ വലിയ തടവറയിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്നറിയോ? ഒരേ ഒരു കാരണമാണ് ചെറുപ്പക്കാരാ. എന്തെല്ലാം കാരണങ്ങൾ നമ്മൾ പറഞ്ഞാലും അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞ ഒരേ ഒരു കാരണമേതെന്നറിയോ?
ഒരേ ഒരു കാരണമാണ് അല്ലാഹു ഖുർആനിലൂടെ പറഞ്ഞത്. ഹദീസുകളിൽ വേറെ ഉണ്ടാകാം, നമ്മുടെ ഉലമാക്കൾ വേറെ കാരണങ്ങൾ പറഞ്ഞേക്കാം. പക്ഷേ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിൽ യൂനുസ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു കാരണം പറഞ്ഞു. എന്താണെന്നറിയോ? പഠിക്കണേ പെങ്ങളെ, 100 പ്രശ്നങ്ങൾ വരുമ്പോൾ, സങ്കടം സഹിക്കാൻ കഴിയാതെ വരുമ്പോ, ചീറിപ്പാഞ്ഞ് വരുന്ന ട്രെയിനിന്റെ മുമ്പിൽ കഴുത്തു ചേർത്ത് വെച്ചിട്ട് അവിടെ നിന്ന് ആത്മഹത്യ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, വിഷമടിച്ചിട്ട് മരിക്കാൻ ശ്രമിക്കുമ്പോൾ, ഒരു കഷ്ണം കയറെടുത്തിട്ട് കഴുത്തിലേക്കിട്ട് ഉത്തരത്തിലേക്ക് ഇട്ട് തൂങ്ങി ചാവാൻ തുനിയുമ്പോ ചിന്തിക്കണേ, നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാര, സാമ്പത്തിക, മാനസിക, പൈശാചിക എല്ലാ പ്രശ്നങ്ങളിൽ നിന്ന് അള്ളാഹു നിന്നെ കൈപിടിച്ചുയർത്താ ഒരേ ഒരു കാരണമാണുള്ളത്. അത് തന്നെയാണ് യൂനുസ് നബി അലൈഹിസ്സലാം പ്രവർത്തിച്ചത്. വിശുദ്ധ ഖുർആൻ തന്നെ പറയട്ടെ, നമുക്ക് പറയണ്ട. അല്ലാഹു പറയുകയാണ്, യൂനുസിനെ എങ്ങനെയാ ഞാൻ രക്ഷപ്പെടുത്തിയതെന്നറിയോ? ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. യൂനുസ് നബി അലൈഹിസ്സലാം തസ്ബീഹ് ചൊല്ലിയ ഒറ്റ കാരണത്തിന്റെ പേരിൽ അല്ലാഹു പറയുകയാണ്, ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂ. ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാഹളത്തിൽ രണ്ടാമത് ഊതുന്നത് വരെ യൂനുസ് മത്സ്യത്തിന്റെ ഉദരത്തിൽ തന്നെ കിടക്കുമായിരുന്നു. പക്ഷേ യൂനുസിനെ എന്തുകൊണ്ടാ കരയിലേക്ക് വന്ന് മത്സ്യം തികട്ടി വെച്ചതെന്നറിയോ? മത്സ്യമതാ വിഴുങ്ങിയ മത്സ്യം യൂനുസ് നബിയെ കൊണ്ടുവന്ന് കരയിലേക്ക് കൊണ്ടുവന്ന് തുപ്പിവെച്ചത് എന്തിന്റെ പേരിലെന്നറിയോ? ഒരൊറ്റ കാരണമാണ്, ഫലൗലാ അന്നഹു കാന മിനൽ മുസബ്ബിഹീൻ. അല്ലാഹു പറയുന്നു, യൂനുസ് നബി അല്ലാഹുവിനെ ദിക്ർ ചൊല്ലിയതിന്റെ പേരിലാണ്. സഹോദരങ്ങളെ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ആകാശത്തിന്റെ ചുവട്ടില്, ഭൂമിയുടെ മുകളില് പ്രശ്നം എന്തുണ്ടെങ്കിലും ഒരൊറ്റ പരിഹാരം, രണ്ടാമതൊരു പരിഹാരം പേടണ്ട. ഒരൊറ്റ പരിഹാരം, ആ പരിഹാരം അള്ളാനെ ഓർക്കുക എന്നുള്ളതാണ്. ഇത് ഖുർആനാണ്. നിങ്ങൾ നോക്കിയ ഒരു പ്രവാചകനെ പറ്റി അള്ളാഹ് പറയാണ്, ഈ യൂനുസ് എന്റെ ദാസൻ തസ്ബീഹങ്ങാനം ചൊല്ലാതിരുന്നെങ്കിൽ, അല്ലെങ്കിൽ എന്നെ ദിക്ർ ചൊല്ലാതിരുന്നെങ്കിൽ, അല്ലാഹ് പറയാണ്, യൂനുസിനെ ഞാൻ ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിന്റെ വയറ്റിൽ തന്നെ ഞാൻ ഇട്ടേക്കുമായിരുന്നു. ആ നിഗൂഢതയിൽ നിന്ന് 3 ഇരുളാണ്. കടലിന്റെ അടുത്തട്ട്, പാതിരാത്രിയുടെ നിശബ്ദത, മത്സ്യത്തിന്റെ ഉദരം, 3 ഇരുള്, ലുലുമാത്ത് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ 3 ഇരുളിൽ നിന്ന് യൂനുസ് നബിയെ രക്ഷപ്പെടുത്തിയതിന്റെ പിന്നിൽ ഒരേ ഒരു കാരണം, അത് അള്ളാഹുവിനെ പറ്റി ഓർത്തു എന്നുള്ളതാണ്. ദിക്ർ യൂനുസ് നബി അലൈഹിസ്സലാം ചൊല്ലി അള്ളാഹിനെ പറ്റി ഓർത്തു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. പ്രശ്നമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പണ്ടൊരിക്കൽ ഒരു നല്ല മനഃശാസ്ത്ര വിദഗ്ധനെ തേടിയിട്ട് ഒരാൾ വന്നു. മനഃശാസ്ത്ര വിദഗ്ധനെ തേടിയിട്ട് ഒരാൾ വന്നിട്ട് അയാളോട് പറഞ്ഞു, എന്നെ നിങ്ങളൊന്ന് ചികിത്സിക്കണം, എന്റെ മനസ്സെപ്പോഴും പതറുകയാണ്, എന്റെ മനസ്സിൽ ദുഃഖം തളം കെട്ടി നിൽക്കുകയാണ്, അതിനൊരു പരിഹാരം കാണിച്ചു തരണം. ആ സമയത്ത് ഈ ഡോക്ടർ, മനഃശാസ്ത്ര വിദഗ്ധൻ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഞാൻ സാധാരണ ഇവിടെ ആര് ചികിത്സയ്ക്ക് വന്നാലും ഈ ക്ലിനിക്കിന്റെ തൊട്ടു പിറകിൽ ഒരു തിയേറ്റർ ഉണ്ട്, ആ തിയേറ്ററിൽ ഒരു സിനിമ കാണിക്കലാണ് ഞാൻ ചെയ്യാറുള്ള പതിവ്. ചില ആളുകൾക്ക് അങ്ങനെയാണല്ലോ, സിനിമ കാണുമ്പോൾ മനസ്സിന് ഉല്ലാസം വരും. ഞാൻ ഇങ്ങോട്ട് വരുമ്പോ കുറെ ആളുകൾ അവിടെ ഉത്സവപ്പറമ്പിലുണ്ട്. പക്ഷേ എന്ത് പ്രതിസന്ധി ഉണ്ടായിട്ടും തല മറയ്ക്കാതിരുന്നിട്ടില്ല. നല്ല തലമറച്ച് വളരെ ഭവ്യതയോടെ, ഭവിഷ്യത്തോടെ 2 അർഷദും മിണ്ടാതിരുന്നു. ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞവൻ പറഞ്ഞു, ഞാൻ ആ സംഗതി കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞു, ഞങ്ങൾ കരുതി നിങ്ങൾ കണ്ടില്ല എന്നാ. സത്യസന്ധമായി പറഞ്ഞാൽ മനസ്സിന് ഉല്ലാസം വരാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ സിനിമയ്ക്ക് പോകും, ചില ആളുകൾ പുകവലിക്കും, ചില ആളുകൾ കള്ളു കുടിക്കും, ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഈ റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പൊ ഇയാളെ ഡോക്ടർ പെട്ടെന്ന് പറഞ്ഞു, അടുത്തുള്ള ആ തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമ കണ്ടിട്ട് വാ. ആരുടെ സിനിമയാന്ന് ചോദിച്ചു. രോഗി ആരുടെ സിനിമയെന്ന് ചോദിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു, ചാർലി ചാപ്ലിന്റെ സിനിമയാണ്. ചാർലി ചാപ്ലിൻ അറിയാലോ? ചാർലി ചാപ്ലിൻ അറിഞ്ഞൂടെ? ആരും റളിയല്ലാഹു അൻഹു പറയണ്ട. അതൊരു എന്താണ്, ഒരു
ഒരു രസകരമായ അല്ലെ, ഒരു രസകരമായ പിന്നെ നാടകീയമായ ചില കാഴ്ചകൾ സമൂഹത്തിന് നൽകിയിട്ട് മറ്റുള്ളവർക്ക് സന്ദേശം കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് ചിരി പകർന്നു കൊടുക്കുന്ന, മറ്റുള്ളവർക്ക് ചിരിക്കാൻ ഇടം നൽകുന്ന ഒരാളാണ് ഈ ചാർലി ചാപ്ലിൻ. ഈ മിസ്റ്റർ ബീൻ പോലത്തെ മറ്റൊരു അവതാരമാണ്. അപ്പൊ ഈ ചാർലി ചാപ്ലിന്റെ സിനിമ അവിടെ ഓടുന്നുണ്ട്, കണ്ടിട്ട് വായോ, അപ്പൊ നിങ്ങളുടെ മനസ്സിന്റെ ദുഃഖങ്ങളൊക്കെ മാറുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ രോഗി പറഞ്ഞു ഇല്ല. രോഗി പറഞ്ഞു എന്റെ മനസ്സിന്റെ പ്രശ്നങ്ങളൊന്നും മാറൂല. ചായണ കൊടുക്കുന്നതേ കൊടുത്ത് തീർന്ന ഇനി ഇങ്ങോട്ട് ഒന്നുമില്ലല്ലോ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണേ. പൈസ കൂടി ചില്ലറ കിട്ടിയല്ലോ, ഇനി ഇങ്ങോട്ട് കേട്ടോ, അല്ലെങ്കിൽ ഡിസ്റ്റർബ് ആവും. ഇയാള് പറഞ്ഞു എനിക്ക് ആ സിനിമ കണ്ടു എന്നതിന്റെ പേരിൽ എന്റെ രോഗം മാറൂല, നിങ്ങൾക്ക് പറ്റും എന്നെ ചികിത്സിക്കാൻ പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു ഞാൻ ആര് വന്നാലും അതാ ചെയ്യുന്നത്, ഞാൻ ആര് വന്നാലും അങ്ങോട്ടും ഇവിടെ ഒരു സിനിമ കാണിക്കും. ആ സമയത്ത് ഈ രോഗി പറഞ്ഞു നിങ്ങൾ ആരെ വിട്ടോളയും പ്രശ്നമല്ല, ഞാൻ പോകുന്നില്ല, എനിക്ക് ആ സിനിമ കണ്ടാൽ എന്റെ സങ്കടം മാറുകയില്ല, എനിക്ക് എന്റെ വിഷയം അത്രയും കലുഷിതമാണ്, നിങ്ങൾ ചികിത്സിക്കണമെന്ന് പറഞ്ഞു. അവസാനം ഡോക്ടറും രോഗിയും തമ്മിൽ വാഗ്വാദമായി, രണ്ടുപേരും തർക്കമായി. അവസാനം ഡോക്ടർ ചോദിച്ചു അല്ല, ചാർലി ചാപ്ലിന്റെ സിനിമ കണ്ട് നിങ്ങൾക്ക് ചിരി വരൂല എന്നും ആ സിനിമ കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടൂല എന്നും നിങ്ങൾക്ക് ഇത്ര ഉറപ്പെന്താണ്? അപ്പൊ രോഗി പറഞ്ഞു ഞാനാണ് ചാർലി ചാപ്ലിൻ. ഈ വന്ന രോഗി പറയാണ് ഞാനാണ് ചാർലി ചാപ്ലിൻ, എനിക്കാണ് പ്രശ്നം. ഇത് അദ്ദേഹത്തിന്റെ എന്റെ കുട്ടിക്കാലം എന്ന ഗ്രന്ഥത്തിലുള്ള കാര്യമായി പറയുന്നത്. ചാർലി ചാപ്ലിനാണ് പറഞ്ഞത് എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടം, കാരണം ഞാൻ കരയുന്നത് ആരും കാണൂല, എനിക്ക് മഴയത്ത് നടന്നു പോകണം, ഞാൻ കരയുന്നത് ഒരാളും കാണൂല, തലയിലേക്ക് വീണ മഴത്തുള്ളികളാണ് എന്റെ കവിൾത്തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്നതെന്ന് ജനം ചിന്തിച്ചു പോകും, അതുകൊണ്ട് എനിക്ക് മഴയത്ത് നടക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ എല്ലാവരെയും ചിരിപ്പിച്ചുകൊണ്ട് അവസാനം പ്രിയപ്പെട്ടവരെ സ്വന്തം മനസ്സ് നേറുന്ന ഒരാളായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പല്ലേ കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു ചാനലുകളിൽ തമാശ പറയുന്ന ഒരാള്, അയാൾ മരിച്ചു, അയാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചു. അയാൾ അപകടത്തിൽപ്പെട്ട് മരിച്ചപ്പോഴാണ് അയാളുടെ വീടിന്റെ വിശേഷങ്ങൾ പുറം ലോകം അറിയുന്നത്. എന്നും ദുഃഖങ്ങൾ മാത്രം, ഒരു വീടില്ല, എന്നും പ്രയാസങ്ങൾ മാത്രം, ഭാര്യ ഉപേക്ഷിച്ചു പോയാൽ, ഇങ്ങനെ നൂറ് സങ്കടങ്ങളുടെ നടുവിലായിരിക്കും ഓരോരുത്തരുണ്ടാവുക. പക്ഷെ അതിന് പരിഹാരം തേടിയിട്ട് നമ്മൾ പോകേണ്ടത് എവിടെയാണ്? അതിന് പരിഹാരം എന്താണ് നമ്മുടെ മുമ്പിലുള്ളത്? ഒരേ ഒരു പരിഹാരമാണ്. ആ പരിഹാരം യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തആല നിഗൂഢമായ ഇരുളുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ സങ്കടകരമായ അവസ്ഥകളിൽ നിന്ന് അല്ലാഹു അദ്ദേഹത്തെ മോചിപ്പിച്ചത് വിശുദ്ധ ഖുർആൻ പറയുന്നു അദ്ദേഹം ദിക്ർ ചൊല്ലുന്ന ആളായതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് പണിഷ്മെന്റ് കൊടുത്തേ, അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് അവസാന നാൾ വരെയും മത്സ്യത്തിന്റെ ഉദരത്തിൽ തന്നെ ഞാൻ അവിടെ തന്നെ ഉപേക്ഷിക്കുമായിരുന്നു. ഞാൻ രക്ഷപ്പെടുത്താനുള്ള കാരണം അദ്ദേഹം എന്നെ മറന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ആലോചിച്ച് നോക്കി, അതുകൊണ്ട് അള്ളാനെ മറക്കുന്നവൻ ആരെ മറക്കുന്നവനാണ്? അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു ഫഅൻസാഹും അൻഫുസഹും, അവരവരെ തന്നെ മറക്കുന്നത്. നമ്മൾ അള്ളാഹുവിനെ എത്ര ഓർക്കുമോ അത്രത്തോളം സമാധാനമായിരിക്കും അള്ളാഹു നമുക്ക് തരിക. ഇത് ദുനിയാവിലാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഇനി ഞാനൊന്ന് പറയട്ടെ, വിശുദ്ധ ഖുർആൻ സൂറത്തു സുഖ്റുഫിൽ അള്ളാഹു പറയുന്നുണ്ട് ഭൗതിക ലോകത്ത് അള്ളാഹു നമുക്ക് തരുന്ന നഷ്ടകഷ്ടങ്ങളെല്ലാം പടച്ചവനെ മറന്നതിന്റെ പേരിലാണ്. കാരണം എന്തെന്നറിയോ? എന്തുകൊണ്ടാ ശൈത്താൻ നമ്മളെ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാ ശൈത്താൻ നമ്മളെ ഉത്സവപ്പറമ്പിൽ കൊണ്ടുപോകുന്നത്? എന്തുകൊണ്ടാ ശൈത്താൻ നമ്മളെ മേളയിലേക്ക് കൊണ്ടുപോകുന്നത്? പ്രിയപ്പെട്ടവരെ, അതൊന്നും ഹറാമാണെന്ന അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. ഇവിടെ വിശുദ്ധ ഖുർആനിന്റെ ചർച്ച നടക്കുമ്പോ, ഇവിടെ മതപരമായ വിഷയത്തിലുള്ള വലിയ സദസ്സുകൾ സംഘടിപ്പിക്കപ്പെടുമ്പോ ഇതൊന്നും എന്റെ പ്രശ്നമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് മറ്റുള്ള സന്തോഷകരമായ ആനന്ദകരമായ
ദുനിയാവിലെ അവസ്ഥയിലേക്ക് മനസ്സ് മാറുന്നത് എന്തിന്റെ പേരിലെന്നറിയോ? അല്ല പറയുകയാണ്, അല്ലാഹുവിനെ മറന്നിട്ട് ആര് ജീവിക്കുന്നുവോ അല്ലാഹു അവന് ശൈത്താനെ കൂട്ടാളിയാക്കി കൊടുക്കുമെന്ന ഒരാളെ ശൈത്താനെ കൂട്ടായ പിന്നെ പറയേണ്ടതുണ്ടോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദുനിയാവിൽ അല്ലാഹു തരുന്ന പരീക്ഷണം ഇതാണ്. അല്ലാഹുവിനെ മറക്കുന്നവന് പടച്ച തമ്പുരാൻ ശാരീരികമായ ദുർബലതകൾ കൊടുക്കും, മാനസികമായ വ്യഥകൾ കൊടുക്കും, അല്ലാഹു അവന് സാമ്പത്തികമായ നഷ്ടകഷ്ടങ്ങൾ കൊടുക്കും. ഇല്ലെങ്കിലോ പ്രിയപ്പെട്ടവരെ, അല്ലാഹു അവനെ ഏറ്റവും നല്ല ഉദാത്തമായ നിലയിലേക്ക് കൊണ്ടുവരും. ഇനി ആഖിറത്തിന്റെ കഥ നിങ്ങൾക്കറിയണോ സഹോദരാ? ആഖിറത്തിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഇമാം ബൈഹഖി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മാമിൻ സാഅത്തിൻ തമറു ബിബിനി ആദമ ലാ യദ്കുറു ഫീഹാ. നബി തങ്ങൾ പറഞ്ഞ വാക്ക് നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണേ. മാമിൻ സാഅത്തിൻ, ഒരു സമയവുമില്ല, ഒരു സെക്കൻഡുമില്ല, ഒരു സെക്കൻഡുമില്ല, ഒരു നിമിഷവുമില്ല. തമറു ബിബിനി ആദമ, ആദമിന്റെ മക്കളുടെ അടുക്കലൂടെ നടന്നു പോകുന്ന ഒരു സമയവുമില്ല. എന്ന് പറഞ്ഞാൽ 1 മണിയാകട്ടെ, 2 മണിയാകട്ടെ, 3 മണിയാകട്ടെ, 1 മിനിറ്റ് ആകട്ടെ, 2 മിനിറ്റ് ആകട്ടെ, 1 സെക്കൻഡ് ആകട്ടെ, 2 സെക്കൻഡ് ആകട്ടെ, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ നിമിഷങ്ങൾ ലാ യദ്കുറു ഫീഹാ, അതിൽ പടച്ചവനെ ഓർക്കാതെയാണ് അവന് ജീവിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, റസൂൽ പറയുന്നത് ഇല്ലാ തഹസ്സറ അലൈഹാ യൗമൽ ഖിയാമ, നാളെ പരലോകത്തവൻ അതിന്റെ പേരിൽ ഖേദിക്കുമെന്ന. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കഥ അറിയുമോ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഏത് സമയത്തും ദിക്റായിരുന്നല്ലോ, ഏത് സമയത്തും ചുണ്ടുകൾ ചലിക്കുകയാണ് ദിക്റിലായി. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് പടച്ചവന്റെ ദിക്റിലായി ചുണ്ടുകൾ ചലിപ്പിച്ചുകൊണ്ടാ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ജീവിക്കുന്നത്. ദിക്റില്ലാത്ത സമയത്ത് എന്താ ചെയ്യുന്നതെന്നറിയോ? നിങ്ങൾ ഉൾക്കൊള്ളുമോ ഇല്ലയോ? ഇന്ന് പുതിയ ലോകമാണല്ലോ, ന്യൂജന്റെ ലോകമാണല്ലോ, ഇന്ന് എക്സ് മുസ്ലിമിന്റെ ലോകമാണല്ലോ, നിരീശ്വരവാദികൾ പെരുകുന്ന കാലമാണല്ലോ. നിസാരമായ വാക്കുകളിൽ തൂങ്ങിയിട്ട് അതിന്റെ യാഥാർത്ഥ്യത്തെയും അതിന്റെ ആത്മാർത്ഥതയും ചോദ്യം ചെയ്യുന്ന ലോകമാണല്ലോ. പക്ഷേ നമുക്കത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. അബൂബക്കർ തങ്ങളുടെ താരീഖിൽ കാണാം, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏത് സമയത്തും ദിക്റിലാണ്. ദിക്ർ ചൊല്ലാതിരിക്കുന്ന സമയം തങ്ങൾക്ക് വളരെ കുറവാണ്. അഥവാ ദിക്ർ ചൊല്ലാതിരിക്കുന്ന സമയം വന്നാ അബൂബക്കർ തങ്ങൾ ചെയ്യുന്നത് എന്തെന്നറിയോ? ചരൽക്കല്ല് കഴുകിയിട്ട് ആ ചരൽക്കല്ലെടുത്ത് വായിലേക്ക് വെക്കുമായിരുന്നു നാവിനടിയില്. ചരൽക്കല്ല് നാവിനടിയിൽ വെക്കുന്നത് എന്തിനാണ്? ലഹരി കിട്ടാനല്ല. ഇന്ന് തമ്പാക്ക് വെക്കുന്നവന്, പാൻപരാഗ് വെക്കുന്നവന്, ഇന്ന് എന്തെല്ലാ പേരിലുള്ള ലഹരി വസ്തുക്കൾ ചുണ്ടിനടിയിലും നാവിനടിയിലും ഒളിപ്പിക്കുന്നവര്, അവർക്ക് അതിലാണ് ലഹരിയെങ്കില് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ലഹരി അല്ലാഹുവിന്റെ ദിക്റിലാണ്, പടച്ചവനെ പറ്റി പറയുമ്പോഴാണ്, അല്ലാഹുവിനെ പറ്റി ഓർക്കുമ്പോഴാണ്. എന്നാ പടച്ചവനെ പറ്റി പറയാതിരിക്കുന്ന സമയങ്ങള് ചരൽക്കല്ലെടുത്ത് നാവിനടിയിൽ വെക്കുമായിരുന്നത്രേ. എന്തിനെന്നറിയോ? ദിക്ർ ചെല്ലുമ്പോ പിന്നെ അതിന്റെ ആവശ്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ ദിക്ർ ചെല്ലുന്നില്ല, ആ സമയത്ത് ഖൽബ് അല്ലാഹുവിൽ ലയിച്ചിരിക്കുകയാണ്. നാവ് കൊണ്ട് ദിക്ർ ചൊല്ലാത്ത സമയത്ത് നാവിനടിയിൽ കല്ലൊളിപ്പിച്ചു വെക്കുന്നത് എന്തിനെന്നറിയോ? ആ നാവിനടിയിൽ കിടക്കുന്ന ചരൽക്കല്ല് ഏത് വാക്കുകൾ പറയണമെങ്കിലും ഒരു നിമിഷമൊന്നും ആലോചിക്കാതെ പറയാൻ പറ്റൂല. പറയുന്ന കാര്യം ഹലാലാണെങ്കിൽ, പറയുന്ന കാര്യം നന്മയാണെങ്കിൽ, പറയുന്ന കാര്യം കൊണ്ട് ഉപകാരമുണ്ടെങ്കിൽ ആ കല്ല് നാവിനടിയിൽ നിന്ന് എടുത്തിട്ട് വേണം സംസാരിക്കാൻ. പറയേണ്ട കാര്യം എത്തുമ്പോൾ ഈ പറയപ്പെടുന്നത് ഹലാലാണോ ഹറാമാണോ, ഉപകാരമുണ്ടോ ഉപകാരമില്ലേ, അത് ചിന്തിക്കാനുള്ള ഒരു അവസരം മഹാനവർക്ക് കിട്ടുമെന്നാ. അതുകൊണ്ടല്ലേ സ്വർഗത്തിൽ അവര് ഓടിയെത്തിയത്, അതുകൊണ്ടല്ലേ സ്വർഗത്തിന്റെ പാസ് ദുനിയാവിൽ ആദ്യമായി കയ്യിൽ
കയ്യിൽ വാങ്ങിയത്. അതുകൊണ്ടല്ലേ എന്റെ സ്വർഗത്തേക്ക് ആദ്യമായിട്ട് എന്റെ പിറകെ വന്ന് സ്വർഗത്തിന്റെ വാതിൽക്കൽ മുട്ടുന്നതിന്റെ സിദ്ദീഖ് എന്ന് പറഞ്ഞത്. അതുകൊണ്ടല്ലേ എന്നെ ആദ്യമായി വിശ്വസിച്ചത് അബൂബക്കർ എന്ന് പറഞ്ഞത്. ഒന്നാമനാരാ? അബൂബക്കർ സിദ്ദീഖ്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ എടുക്കുക, ഗൗസുൽ ആലമിന്റെ ഈമാൻ എടുക്കുക, അഹ്മദുൽ കബീർ റിഫായിയുടെ ഈമാൻ എടുക്കുക, ശംസുൽ ഉലമയുടെ ഈമാൻ എടുക്കുക, ആനക്കര കോയക്കുട്ടി ഉസ്താദിന്റെ ഈമാൻ എടുക്കുക, ചെറുശ്ശേരി ഉസ്താദിന്റെ ഈമാൻ എടുക്കുക. ഈ ഈമാൻ ലോകത്തുള്ള കാവുംതറയിലെ നിങ്ങൾ ഓരോരുത്തരുടെയും ഈമാൻ എടുക്കുക. ലോകത്തുള്ള പ്രവാചകന്മാര് കഴിഞ്ഞുള്ള മുഴുവൻ മനുഷ്യന്റെയും ഈമാൻ എടുക്കുമ്പോ ആ ഈമാൻ ഒരു തുലാസിൽ വെച്ചാൽ അടുത്ത തട്ടില് സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ഈമാൻ മാത്രമെടുത്തു വെച്ചാൽ പോലും അതിനാണ് മൂല്യമുള്ളതെന്ന്, അതിനാണ് ഭാരമുള്ളതെന്ന് ഇന്നേവരെ കളവ് പറയാത്ത, അസത്യത്തിന്റെ ലാഞ്ചന തമാശയ്ക്ക് പോലും അതരങ്ങളിൽ നിന്നും നടന്നു വീഴാത്ത ആമിനയുടെ പൊന്നുമോനെ, അബ്ദുള്ളയുടെ തങ്കക്കുടമേ, മുഖ്ബിറേ സ്വാദിഖേ നബി മുഹമ്മദ് മുസ്തഫ. സഹോദരങ്ങളെ, നിങ്ങൾ ആലോചിക്കണം, ഇതൊരു ലോകമാണ്. ദീനെന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ലോകമാ, ഒരു വല്ലാത്ത മാസ്മരികതയാണ് സിദ്ദീഖ് തങ്ങള്. അതുകൊണ്ടാണ് നാവിനടിയിൽ ചരൽക്കല്ലൊളിപ്പിച്ചിട്ട് പറയാൻ പോകുന്ന കാര്യം ഒരിക്കലും ആലോചിക്കുന്നു ഉപകാരമുള്ളതാണോ, പടച്ചവന്റെ മുമ്പിൽ ശിക്ഷിക്കപ്പെടുന്നതാണോ എന്ന് ചിന്തിക്കാൻ ചരൽക്കല്ല് വായിൽ നാവിനടിയിൽ വെച്ചുകൊണ്ട് നടക്കുന്ന ഒരു വലിയ ന്യായാധിപൻ, ഒരു വലിയ ഖലീഫ, ഒരു വലിയ സഹാബി. നിങ്ങൾ ആലോചിക്കണേ സഹോദരങ്ങളെ, അവരെല്ലാം ഖൽബ് റബ്ബുമായിട്ട് കണക്ട് ചെയ്തവരാ. അതുകൊണ്ട് ആയിഷ ബീവി എന്ന തന്റെ പൊന്നുമോളാ പറയുന്നത്, എന്റെ ഭർത്താവിന്റെ പ്രേമഭാചനം, എന്റെ പ്രാണനാഥൻ, എന്റെ രാജകുമാരൻ എന്നോട് പറഞ്ഞു, ആയിഷ, ഒരു മനുഷ്യന്റെ ഒരു സെക്കൻഡ് പോലും അല്ലാഹനെ മറന്നുപോയാ ആ സെക്കൻഡിന്റെ പേരിൽ നാളെ പരലോകത്ത് ഖേദിക്കും ആയിഷ, നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും മോളെ. ഇനി അറിയണോ, മറ്റൊരു ഭാര്യ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹാ, നബി തങ്ങളുടെ കൂടെ കിടന്നവരാ. കൂടെ കിടക്കുന്നവർക്കല്ലേ രാപ്പനി അറിയോ? ചൂരേറ്റ് തന്റെ സമീപത്ത് തന്റെ ശരീരത്തെ കെട്ടിപ്പിടിച്ചു വാരിപ്പുണർന്ന് കിടന്ന പ്രിയപ്പെട്ട ഭാര്യമാർ. അവിടെ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പറയാണ്, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, മനുഷ്യന്റെ എല്ലാ സംഭാഷണങ്ങളും, മനുഷ്യന്റെ എല്ലാ വാക്കുകളും, എല്ലാ വാചകങ്ങളും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു അത്രേ, ആ വാക്കുകളെല്ലാം അവന് നാളെ എതിരായിട്ട് വരുന്നതാ, അവന് നാളെ പ്രതികൂലമായിട്ട് വരുന്നതാ. കലാമു ബിനി ആദമ കുല്ലുഹു അലൈഹി. ഒരു മനുഷ്യന്റെ എന്തെല്ലാം വർത്തമാനങ്ങളുണ്ടോ അതെല്ലാം അവന് എതിരായി തന്നെ വരും. പക്ഷേ അതിലും 3 കാര്യങ്ങൾ ഒഴിവാണ്. ഒന്ന്, നന്മ കൽപ്പിക്കുക. നന്മ ചെയ്യാൻ വേണ്ടി ഒരാളോട് പറയാൻ, നീ അത് ചെയ്യുമോനെ, ഇത് ചെയ്യുമോനെ എന്ന് പറയുന്ന വാക്ക് പ്രശ്നമല്ല. തിന്മ തടയാൻ, അത് ഏത് കൊമ്പനോ ആയിക്കോട്ടെ, ഒരാള് തെറ്റ് ചെയ്യാണെങ്കിൽ ഇത് തെറ്റാണ് എന്ന് പറയുന്ന വാക്ക് നാളെ നമുക്ക് അനുകൂലമാണ്. പിന്നെ 3ാമത് പറഞ്ഞത് അല്ലാഹുവിനെ പറ്റി പറയുന്ന നാവ് നാളെ നമുക്ക് എതിരല്ല, അനുകൂലമാണ്. ഇത് 3 അല്ലാത്ത എന്തുണ്ടോ? ഇത് 3 അല്ലാത്ത ഏതൊക്കെയാ? ഒരാൾ പറയാ അത് ചെയ്യ്, ഇത് ചെയ്യ്. ഒരാളോട് പറയണം അത് ചെയ്യല്ലേ, ഇത് ചെയ്യല്ലേ. 3ാമത്തേത് ഏതാ? ദിക്ർ. ഇതല്ലാത്ത ഏത് കാര്യം നമ്മൾ പറഞ്ഞാലും നാളെ അത് നമുക്ക് എതിരായിട്ട് വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മൗനം വിദ്വാന് ഭൂഷണം എന്ന് പറയുന്ന ഒരു ആപ്തവാക്യമുണ്ടല്ലോ മലയാളത്തിൽ, ഒരു ചൊല്ല്. എപ്പോഴും നമ്മൾ എന്ത് വേണം? വിവരം കെട്ടവന്റെ നാക്ക്, വിവരം കെട്ടവന്റെ സംസാരം, അത് അവന്റെ വിവരം കെട്ടവന്റെ ഹൃദയം അവന്റെ നാവിന്റെ തുമ്പിലാണ്, അവന്റെ നാവിന്റെ പുറത്താണെന്നാണ് ചില മഹാന്മാര് പറഞ്ഞത്. വിവരമില്ലാത്ത ആളുകളുടെ ഹൃദയം ഉണ്ടല്ലോ, ഹാർട്ട്, അത് തന്നെ അവന്റെ നാവിന്റെ അഗ്രഭാഗത്താണ്. എന്ന് പറഞ്ഞാൽ വിവരം കെട്ടവനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും, അവന്റെ ഉള്ളിലുള്ളത് മൊത്തം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കാരണം അവന്റെ ഹൃദയം തന്നെ ഇരിക്കുന്ന എവിടെയാ? നാവിന്റെ അഗ്രഭാഗത്താണ്. അതേസമയം ബുദ്ധിമാന്റെ നാവോ അവന്റെ ഹൃദയത്തിന്റെ പിറകിലാണ്. ബുദ്ധിമാന്റെ നാവ്
അവന്റെ കൽബിന്റെ പുറകിലാണ്. ഒരു കാര്യം പറയണമെങ്കിൽ 1000 വട്ടം ആലോചിച്ച് ചിന്തിച്ച് അവൻ പറയും. കാരണം ബുദ്ധിമാനാണ്. അവന്റെ നാവിരിക്കുന്നത് കൽബിന്റെ പുറകിലാണ്. നേരെ മറിച്ച് വിഡ്ഢിയോ, അവന്റെ കൽബ് തന്നെ ഇരിക്കുന്ന നാവിന്റെ അഗ്രഭാഗത്താ. എന്തും ആദ്യം കയറി വിഡ്ഢിത്തരം വിളിച്ചു പറയും. അവസാനം പിന്നെ കേറിക്കേണ്ടി വരും, പിന്നെ പലവട്ടം മാറ്റി പറയേണ്ടി വരും. അല്ലാഹ് നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. അതുകൊണ്ട് ദുനിയാവില് അല്ലാഹു തആല അവന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിരിക്കുന്നു, ഒരു മനുഷ്യനെ അവന്റെ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷപ്പെടാൻ ദിക്റിനെ കഴിയുള്ളൂ. അല്ലാഹനെ മറന്നുകൊണ്ടുള്ള ജീവിതമാണെങ്കിൽ അവൻ കഷ്ടപ്പെടും. സാമ്പത്തിക, മാനസിക, ശാരീരിക പ്രശ്നങ്ങൾ, പൈശാചിക പ്രശ്നങ്ങൾ. അല്ലാഹ് പറഞ്ഞതല്ലേ, പൈശാചികമായും അവൻ പരീക്ഷിക്കപ്പെടും. നേരെ മറിച്ച് ആഖിറത്തിൽ വരുമ്പോഴോ ഒരു സെക്കൻഡിന്റെ പേരിൽ നാളെ പരലോകത്ത് ഖേദിക്കേണ്ടി വരും. അതുകൊണ്ട് നമ്മുടെ ഖൽബ് എപ്പോഴും റബ്ബിലേക്ക് അങ്ങ് കണക്ട് ആവണം. എന്താ ഈ ബാത്റൂമിൽ കയറുമ്പോ നിങ്ങൾ ദിക്ർ ചൊല്ലരുത് എന്ന് പറയാൻ കാരണം എന്താണ്? അങ്ങനെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? നിങ്ങൾ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ദിക്റായിരിക്കണമെന്നാണ്. മഫ്ഹൂമ മുഖാലഫ എന്ന് പറയും. നിങ്ങള് ബാത്റൂമിൽ കയറുമ്പോ ദിക്ർ ചൊല്ലരുത് എന്ന് പറയേണ്ട അർത്ഥം എന്താണ്? ബാക്കി സമയങ്ങളിലൊക്കെ നിങ്ങൾ ദിക്റിലായിരിക്കണം. ചുണ്ട് ചലിക്കണം. പ്രിയപ്പെട്ടവരെ, ഖൽബ് എപ്പോഴും കണക്ട് ആയിരിക്കണം റബ്ബുമായിട്ട്. അള്ളാഹു അതിന് നമുക്ക് തൗഫീക്ക് തരട്ടെ. എനിക്ക് നിങ്ങൾക്കൊക്കെ അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഒരു വിഷയമായിട്ടുള്ളൂ, ഇനിയും 2 വിഷയം കിടക്കുകയാണ്. ഞാൻ ചുരുക്കി പറയും. 11 മണിരപ്പുറത്തോട്ട് പോകൂല, പേടിക്കണ്ട. എനിക്ക് കുഴപ്പമില്ല, കാരണം എനിക്ക് നാളെ രാവിലെ 6 മണിക്കാണ് ട്രെയിൻ. രാവിലെ 6 മണി വരെയും ഞാൻ ഫ്രീ ആണ് എന്ന് കരുതിയിട്ട് 2 മണിക്കൂറിനപ്പുറം പ്രസംഗിക്കാനുള്ള ആരോഗ്യം ഇല്ല. അത് ഇത്ര യാത്ര ചെയ്ത് വന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഇല്ല. എന്നും പ്രോഗ്രാമാണെന്നുള്ളത് മറ്റൊരു കാരണവും. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തിയ ദിക്ർ, ആ ദിക്ർ നമ്മൾ മറന്നുകൊണ്ട്, പടച്ചവനെ മറന്നുകൊണ്ടൊരു ജീവിതം നമുക്ക് വേണ്ട. എന്താ കാരണമെന്നറിയോ? പലപ്പോഴും നമ്മൾ പറയും, ആര് മറന്നാലും നമ്മളെ മറക്കാത്ത ഒരാളല്ല. ആര് മറന്നാലും നമ്മളെ മറക്കാത്തവന് റബ്ബുണ്ടെന്ന് നമ്മൾ പറയുമല്ലോ. ആര് മറന്നാലും, മക്കള് മറന്നാലും, ഭാര്യ മറന്നാലും, സഹോദരങ്ങൾ മറന്നാലും, നമ്മളെ മറക്കാത്ത ഒരേ ഒരു ശക്തി അത് പടച്ചവനാണെന്ന് പറയുമല്ലോ. എന്തുകൊണ്ടാണ്? അവന് മറതിയില്ല. സുബ്ഹാന മല്ലാ യനാമു വലാ യസ്ഹൂ. സഹോദരങ്ങളെ, നമ്മൾ സുജൂദിൽ കിടന്ന് പറയുന്നത് വാക്കതല്ലേ. ഏതെങ്കിലും ഒരു കാര്യം നമ്മളെ മറന്നുപോയ, നമസ്കാരത്തിന്റെ അബാൽ സുന്നത്തുകളിൽ എന്തെങ്കിലും നമ്മൾ മറന്നുപോയാൽ ഉടനെ അവസാനത്തെ സുജൂദിന് നമ്മൾ പറയുന്നത് എന്താ? സുബ്ഹാന മല്ലാ യനാമു വലാ യസ്ഹൂ. ഉറക്കവും മറതിയും ഇല്ലാത്ത അല്ലാഹ്, നീ എത്ര പരിശുദ്ധനാ. അതേ, പടച്ചവന് മറതിയില്ല, അവൻ ആരെയും മറക്കൂല. പക്ഷേ അല്ലാഹ് പറഞ്ഞ വാക്കെന്തെന്നറിയോ? അന ഇൻദ ളന്നി അബ്ദി ബി. എന്നെ പറ്റി എന്റെ ദാസൻ എങ്ങനാണോ ചിന്തിക്കുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ ഉണ്ടാവുക. നമ്മൾ ചിന്തിക്കുന്നു പടച്ചോൻ ജോസഫ് ബൈഡൻ എന്ന അമേരിക്കൻ പ്രസിഡന്റിനെക്കാൾ ഭീകരനാണെന്ന്, ഇസ്രയേൽ പ്രധാനമന്ത്രിയായ ബെന്യാമിൻ നെതന്യാഹുവിനെക്കാൾ ഭീകരനാണെന്ന് പടച്ചവനെ പറ്റി നമ്മൾ ചിന്തിച്ചാൽ അതേ അവസ്ഥയിലായിരിക്കും അല്ലാഹു നമ്മളെ സമീപിക്കുക. അല്ലാഹു കാരുണ്യവാനാണ്, അവനാണ് കരുണ, അവനാണ് കാരുണ്യം, അവനിൽ നിന്നാണ് കരുണ ലോകത്ത് പരന്നത് എന്ന് ചിന്തിക്കുമ്പോഴാണ് അവന്റെ കാരുണ്യം നമുക്ക് വരിക. അന ഇൻദ ളന്നി അബ്ദി. എന്റെ ദാസൻ എന്നെ പറ്റി എന്താണോ ചിന്തിക്കുന്നത് അത് തന്നെയാണ് ഞാനെന്ന് പറഞ്ഞത് അല്ലാഹുവാ. എന്നിട്ട് പറയുന്നു, അന മഅഹു ഇദാ ദക്കറനി. അവൻ എന്നെ ഓർക്കുമ്പോഴൊക്കെ ഞാൻ അവനോടൊപ്പമുണ്ട്. ഫൈന ദക്കറനി ഫീ നഫ്സിഹി. അവൻ എന്നെ പറ്റി ഓർത്താൽ ദക്കറതുഹു ഫീ നഫ്സി. അവനെ ഞാൻ ഓർക്കുന്നതാ. അല്ലാഹ് പറയാണ്, ഈ കാവുന്തറയില് നിങ്ങൾ ആരെങ്കിലും ഒരാൾ അല്ലാഹയെ ഓർക്കുമെങ്കിൽ അപ്പോഴല്ല നിങ്ങളെ ഓർക്കും. അതിന്റെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം എന്താണ്? മുത്തഫഖുൻ അലൈഹിയായ ഹദീസാണ്, അബൂ ഹുറൈറ തങ്ങൾ രേഖപ്പെടുത്തിയ ഹദീസാണ്. എന്താ അതിന്റെ അർത്ഥം? നിങ്ങൾ എന്നെ ഓർക്കുമെങ്കിൽ ഞാൻ നിങ്ങളെ ഓർക്കും. നിങ്ങൾ ആരെയോ സ്നേഹിക്ക്, നിങ്ങൾ ആരെയോ പ്രണയിക്ക്, നിങ്ങൾ ആരെയോ ഇഷ്ടപ്പെട്. നിങ്ങൾ ഓർക്കുമ്പോ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആള് നിങ്ങളെ ഓർക്കും തോന്നുന്നോ? ഉണ്ടോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? ഭാര്യ ആവട്ടെ, മക്കളാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ഗേൾ ഫ്രണ്ട് ആകട്ടെ, ബോയ് ഫ്രണ്ട് ആകട്ടെ, ആരും ആയിക്കോട്ടെ, നമ്മൾ ഓർക്കുമ്പോഴൊക്കെ അവർ ഓർത്തിരിക്കണമെന്നുണ്ടോ?
ഉണ്ടോ? നമ്മൾ ഓർക്കുമ്പോഴൊക്കെ അവർ ഓർക്കുവോ? ചിലപ്പോ അവരെപ്പോഴും ഓർക്കുന്നുണ്ടാവാം, പക്ഷെ നമ്മൾ ഓർക്കുന്ന സമയത്ത് അവർ ഓർക്കുവോ? ഇല്ല. അങ്ങനെ നമ്മൾ ഓർക്കുമ്പോഴൊക്കെ ആ സെക്കൻഡിൽ, ആ നിമിഷത്തിൽ നമ്മളെ ഓർക്കുന്നത് പടച്ചവനല്ലാതെ വേറെ ആരാണ്? ഇദാ ദക്കറനി ഇൻ ദക്കറനി ഫീ നഫ്സിഹി, എന്നെ ഓർത്താൽ ദക്കർതുഹു ഫീ നഫ്സി, ഞാൻ അപ്പോഴവനെ ഓർക്കും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? എന്നെ എപ്പം മറക്കുവോ അപ്പൊ ഞാൻ അവനെ മറന്നിരിക്കും. അല്ലാഹു അക്ബർ. അള്ളാനെ നമ്മൾ എപ്പോഴും മറന്നോ? പലിശ വാങ്ങാൻ നേരത്ത് അള്ളാനെ മറന്ന്, അപ്പോഴല്ലാഹു നമ്മളെ അങ്ങ് മറക്കും. പിന്നെ വരാൻ പോകുന്ന കാര്യം പറയണോ? ലോട്ടറി എടുക്കുന്ന സമയത്ത് നമ്മൾ അള്ളാനെ അങ്ങ് മറക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഇത് എടുക്കുന്നത്. ആ സമയത്ത് അള്ളാന്ന് ചിന്തയുള്ളവർക്ക് എടുക്കൂലല്ലോ. ആ സമയത്ത് അള്ളാഹ് നമ്മൾ അങ്ങ് മറക്കും. ആ സമയത്ത് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹു നമ്മളെ മറക്കുന്ന സമയമുണ്ട്. അതെപ്പോഴാണ്? നമ്മൾ പറയുന്നു പടച്ചവന് മറതിയില്ലാത്തവനാ. അതേ, മറതിയില്ലാത്തവന് തന്നെയാണ് പടച്ചവന്. പക്ഷേ അവൻ നമ്മളെ മറക്കുന്നത് നമ്മളവനെ മറക്കുമ്പോഴാ. അതുകൊണ്ടല്ലേ നാളെ പരലോകത്ത് വരുമ്പോൾ ഒരു വലിയ മഹാ അത്ഭുതം അവിടെ നടക്കുകയാണ്. എന്തെന്നറിയോ സഹോദരാ? ഞാനും നിങ്ങളും പടച്ചവന്റെ കോടതിയിൽ വരണമല്ലോ. അവിടെ നടക്കുന്ന ഒരു അത്ഭുതം എന്താണെന്നറിയോ? അള്ളാഹു അവന്റെ സൂറത്ത് താഹ എന്ന അധ്യായത്തിലൂടെ ഖുർആൻ ശരീഫിലൂടെ വ്യക്തമാക്കുകയാ. വമൻ അഅറള അൻ ദിക്രി ഫഇന്ന ലഹു മഈസതൻ ലങ്കാ വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅമാ ഖാല റബ്ബി ലിമ ഹസറതനി അഅമാ വഖദ് കുന്തു ബസീറാ ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ വകദാലികൽ യൗമ തുൻസാ. ഇവിടെ പടച്ചവനെ മറന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു മനുഷ്യരുണ്ടല്ലോ. അല്ലാഹുവിനെ പാടെ മറന്ന് ജീവിച്ച പെണ്ണേ, നാളെ പരലോകത്ത് പോകുമ്പോ അല്ല നിന്നെ കണ്ട പോലും നടിക്കില്ലല്ലോ. അല്ല നിന്നെ കണ്ടതുപോലും നടിക്കില്ലല്ലോ. നിന്നെ കാണാത്തതുപോലെ പടച്ചവൻ അവിടെ മാറുമല്ലോ. ആ സമയത്ത് ചോദിക്കും, അല്ലാ എന്തു പറ്റി പടച്ചോനെ, എന്നെ നീ മൈൻഡ് ചെയ്യാത്തതെന്താ? ആ സമയത്ത് അല്ലാഹു പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അത്തത്ക ആയാതുനാ ഫനസീതഹാ, എന്റെ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിൽ വന്നു, എന്നിട്ട് നീ എന്നെ മറന്നില്ലേ? കോവിഡ് വന്നു, പ്രളയം വന്നു, കഷ്ടപ്പാട് വന്നു, നോട്ട് നിരോധനം വന്നു, എല്ലാം വന്നപ്പോ നീ എന്നെ മറന്നില്ലേ? ആ മറന്നതിന് പകരം ഞാൻ ചെയ്യേണ്ടത് എന്താ? അൽ യൗമ തുൻസാ, ഇന്ന് ഞാൻ നിന്നെ മറന്നിരിക്കുകയാ. മറതിയില്ലാത്ത പടച്ചവനെ എന്ന് പാടി പുകഴ്ത്തിയ നമ്മളെ അല്ലാഹുറത്തിൽ വെച്ചങ്ങ് മറന്നു കളയുകയാ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ജീവിതത്തിൽ അല്ലാഹനെ ഓർക്കാത്തൊരു നിമിഷം നമുക്ക് വേണ്ട.